പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ സാബത്ത് ദിനം വലിയൊരു ദൈവാനുഗ്രഹത്തിന്റെ ഓരോ സാബത്ത് എന്ന് പറഞ്ഞ എന്റെ സഹോദരങ്ങളെ, അത് ശരിക്കും നമ്മുടെ യേശു ഉയർത്തെഴുന്നേറ്റ ദിനം അല്ലേ. അപ്പൊ ഈ യേശു ഉയർത്തെഴുന്നേറ്റ ദിനത്തിന്റെ എല്ലാ പ്രാർത്ഥനകളും അഭിഷേകങ്ങളും ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് നേരുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പുറപ്പാട് പുസ്തകം 20-24. അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്, എന്റെ നാമം അനുസ്മരിക്കുവാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. എന്റെ നാമം അനുസ്മരിക്കുവാൻ ഞാൻ ഇടവരുത്തിടുന്നിടത്തെല്ലാം. അത് പ്രിയ സഹോദരങ്ങളെ, ഇന്ന് എനിക്ക് അച്ഛനെ പറയാൻ ആഗ്രഹമുണ്ട്. ഒന്ന് നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ അല്ലെ, നമ്മുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് പറയണം. കുടുംബ പ്രാർത്ഥനയിൽ, കുടുംബ പ്രതിഷ്ഠയിലൊക്കെ ഈശോയുടെ തിരുഹൃദയമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ലേ സഹോദരങ്ങളെ? നമ്മൾ എത്ര പേര് ശരിക്കും ഇത് നേരെ ചൊല്ലുന്നുണ്ട്? മാതാപിതാക്കളെ, നിങ്ങളോടുള്ള ചോദ്യമാണ്, എത്ര മാതാപിതാക്കളെ, നിങ്ങൾ എത്ര പേര് നമ്മളുടെ മക്കളെ നേരെ കുടുംബ പ്രാർത്ഥന ചൊല്ലാനായിട്ട് പരിശീലിച്ചിട്ടുണ്ട്? അങ്ങനെ കുടുംബ പ്രാർത്ഥനയിൽ ഒന്നാമത്തെ രഹസ്യം എന്താ പറയണമെന്ന് അറിയാവോ? സന്തോഷത്തിന്റെ രഹസ്യത്തിൽ ഒന്നാമത്തെ രഹസ്യത്തില് ഈശോയെ ഗർഭം ധരിക്കുന്ന മംഗളവാർത്ത ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ കന്യകാമാതാവിനെ അറിയിച്ചു. അവനറിയാവോ എന്താണെന്നത്? അത് ആ സമയത്ത് നമുക്ക് മംഗളവാർത്ത സന്തോഷ വാർത്തയാണെങ്കിലും പരിശുദ്ധ കന്യകാമാതാവിനെ സന്തോഷ വാർത്തയായിരുന്നില്ല. ഒരു ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടോ സഹോദരങ്ങളെ? കുഞ്ഞുങ്ങൾക്കത് പറഞ്ഞു കൊടുക്കണം. ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ 4 വയസ്സ് 5 വയസ്സൊക്കെ ആയിരിക്കാം. അവരുടേതായ ഭാഷയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് ഇന്ന് അവർ കൊച്ചു TV, പിന്നെ കുറെ TV-കളുണ്ടല്ലോ, അതിലേക്കൊക്കെ തിരിയാൻ കാരണം എന്താ? നമ്മളിതിനെ കുറിച്ചൊന്നും ഒരു ഗ്രാഹ്യം നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുത്ത്, നമുക്ക് എല്ലാത്തിനെയും കുറിച്ച്, ഭൂമിയിലെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നമുക്കറിയാം. എന്നാൽ അതുകൊണ്ടല്ലേ വചനം പറയുന്നത്, അറിവുണ്ട് എന്ന് നടിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. എന്നിട്ട് പിന്നെ കുട്ടികള് 15 വയസ്സ് 16 വയസ്സാകുമ്പോൾ കരയുന്ന, അയ്യോ എന്റെ മോനെ, അയ്യോ എന്റെ മോനെ, അയ്യോ. എന്ത് കാര്യമുണ്ട് സഹോദരങ്ങളെ? അതുകൊണ്ട് നോക്കിയേ, കർത്താവിന്റെ നാമം അനുസ്മരിക്കാൻ ഇടയാക്കുന്ന എല്ലായിടത്തും, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ, അതിന് നിങ്ങൾക്കൊരു സ്പേസ് ഉണ്ട്. പക്ഷേ ഇടവപ്പള്ളിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത്രമാത്രം സ്പേസ് ഉണ്ടാവണമെന്നില്ല. അവിടെ വികാരിച്ചന്മാരുണ്ടായിരിക്കും, അത് തീർച്ചയായിട്ടും അവർ തന്നെയാണ് അത് നിർവഹിക്കേണ്ടത്. എന്നാൽ കുടുംബ പ്രാർത്ഥനകളിൽ കർത്താവിന്റെ നാമം അനുസ്മരിക്കാനായിട്ട് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ഇടയാക്കുന്നില്ല എങ്കിൽ നാളെ ആ കുറവ് നികത്താൻ ഒരുപക്ഷെ ഈ ഭൂമിയിൽ ഒരാൾക്കും പറ്റിയെന്ന് വരില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് മാതാപിതാക്കളുടെ ആ ഒരു റോള് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യാനായിട്ട് അതിനായിട്ടുള്ള തീരുമാനം എടുക്കണം. ഇന്നത്തെ സാപത്തിലെ കുടുംബ പ്രാർത്ഥനയിൽ ഇനി കുടുംബ പ്രാർത്ഥന ഉണ്ടാണാവോ? അതുകൊണ്ട് ശക്തമായിട്ട് ചെയ്തേക്കണം കേട്ടോ. ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയുള്ള നൽകപ്പെടുന്ന വളരെ സ്നേഹത്തോടെ നൽകുന്ന, സന്തോഷത്തോടെ നൽകുന്ന നിർദ്ദേശങ്ങൾ അത് നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു അതിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ കുടുംബത്തിലെ ശാന്തി സമാധാനമൊക്കെ. ഇതിനെ നെഗ്ലക്ട് ചെയ്യാം, ഇരുകരങ്ങളും നീട്ടി സ്വീകരിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എപ്പോഴും എന്നേക്കും ആമേൻ.